പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരശ്ശീല വീഴും. ഇന്ത്യൻ സമയം രാത്രി 12:30 സമാപന ചടങ്ങുകൾ ആരംഭിക്കുക. മെഡൽ പട്ടികയിൽ നിലവിൽ 71-ാം സ്ഥാനത്താണ് ഇന്ത്യ. 3 ആഴ്ചയോളമായി നീണ്ടുനിൽക്കുന്ന വിശ്വ കായിക മഹാമേളയ്ക്കാണ് സമാപനമാവുന്നത്. സെൻ നദിക്കരയിൽ സ്റ്റേഡ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിലാണ് ചടങ്ങു നടക്കുക. ഫ്രാൻസിന്റെ സൗന്ദര്യവും സംസ്കാരവും ഉദ്ഘാടന ചടങ്ങിൽ കൃത്യമായി അടയാളപ്പെടുത്തിയ സംഘാടനാ സമിതി 2.5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന സമാപന ചടങ്ങിൽ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിയുവാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ കായിക പ്രേമിയും. ചടങ്ങിനോടനുബന്ധിച്ച് കലാപരിപാടികളും അരങ്ങേറും. അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം അടുത്ത ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന അമേരിക്ക ഒളിമ്പിക് പതാക ഏറ്റുവാങ്ങും. 5 തവണ ഗ്രാമി അവാർഡ് നേടിയ പ്രശസ്ത ഗായിക ഗബ്രിയേല ഡാർമിൻഡോ വിൽസൺ അമേരിക്കൻ ദേശീയഗാനം ആലപിക്കും. ഒളിമ്പിക് ചരിത്രം രേഖപ്പെടുത്തുന്ന പ്രത്യേക പരിപാടിയും ഉണ്ടാകും. സമാപന ചടങ്ങ് ഫ്രഞ്ച് നടനും സംവിധായകനുമായ തോമസ് ജോളിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചടങ്ങിൽ ഇന്ത്യൻ വനിതാ ടീമിനെ 2 വെങ്കല മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഷൂട്ടിംഗ് താരം മനു ബാക്കർ നയിക്കും. പുരുഷ ടീമിനെ മലയാളിയായ PR ശ്രീജേഷ് നയിക്കും. ഇതോടെ 1992 ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ പതാക വഹിക്കുന്ന മലയാളി കൂടിയായി മാറും PR ശ്രീജേഷ്. 2028 അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലാണ് അടുത്ത ഒളിമ്പിക്സ് അരങ്ങേറുക. ഒളിമ്പിക്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.